അപ്പൊ നമുക്ക് രാത്രി ഏതെങ്കിലും എന്താണ് പൂരം പോങ്ങാമൂട് ഒരു അമ്പലത്തിന്റെ വഴി കൂടി ഞാൻ ഇന്നലെ വരുന്ന വഴിക്ക് ഒരു പൂരം കണ്ടായിരുന്നു. പൂരത്തിന് പോകാനൊരു ആഗ്രഹം. അപ്പൊ ഇന്ന് അവിടെ ഉണ്ടോന്ന് ഉറപ്പില്ല, നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. നമുക്ക് തൊട്ടപ്പുറത്തല്ലേ. നമ്മൾ സ്വാഭാവിക പൂരപ്രേമികളും ആനപ്രേമികളും ആയ സ്ഥിതിക്ക് പൂരം നടക്കുമ്പോ പോയി മുഖം കാണിക്കാതെ മോശമായ കാര്യമാണ്. വണ്ടി ഞാൻ ഇതിന് കൈമാറുന്നു. രഥം ഞാൻ ഓടിക്കാം, ഞാനാണ് തേര് തെളിക്കുന്നത്. കൃഷ്ണൻ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ അങ്ങനെ നമ്മൾ ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിക്കുന്നു. നിന്നെ ഏതെങ്കിലും ഒരു പൂരം കണ്ടിട്ടേ നമ്മടൊക്കെ ഉള്ളൂ. അത്രയ്ക്കേ ഉള്ളൂ. നമ്മളപ്പോ ഗൂഗിൾ മാപ്പ് ഇട്ടൊരു സ്ഥലത്ത് വന്നു. ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്, ലൈറ്റ് എല്ലാം കാണുന്നുണ്ട്. ഉത്സവമാണെന്ന് തോന്നുന്നു. ചില്ലക 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 ചില്ലക. ഓ മരത്തിൽ വരെ ലൈറ്റ് ഉണ്ട് ഗൈസ്. ഇത് ഉത്സവമാണോ കല്യാണമാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ആണ് പള്ളിപ്പെരുന്നാളിൽ ചെന്ന് കയറുമെന്നാണ് ഗൈസ് സംശയം. തിരുവനന്തപുരത്തിന് പ്രത്യേകത, ഇവിടെ ഏത് ഉത്സവം നടന്നാലും മെയിൻ ലൈറ്റ് ആണ്. അതെ, ലൈറ്റുകളുടെ ആഘോഷം. ദീപാവലി അല്ല, തിരുവനന്തപുരത്തെ ഉത്സവങ്ങളാണ്. തൃശ്ശൂർ ആന എന്നൊക്കെ പറയണ. അതെ, തിരുവനന്തപുരത്ത് ലൈറ്റ്. ഇവിടെ എവിടെയാണ് അമ്പലം? നമ്മ ആദ്യമായിട്ട് വരുന്നോണ്ട് ഈ അമ്പലം എവിടെയാന്ന് ഒരു പിടിയില്ല. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഈ ലോക്കൽസും അല്ല. ഇവൻ തൃശ്ശൂര്, ഞാൻ എറണാകുളം, മലപ്പുറം. മലപ്പുറം. മരം ഇവിടെ കൂടി ആശ്ചര്യം മാറ്റം വന്നിട്ടുണ്ട് ഗൈസ്. നല്ല ലൈറ്റ്. മരം കാഴ്ച കിടക്കുന്ന പോലെ. നമ്മളൊരു 1.5 കിലോമീറ്റർ പോകുന്നത്, പക്ഷേ ലൈറ്റ് മാത്രമുള്ള അമ്പലം ഒന്നും കാണില്ല. ലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. കൊടി കാണാനുണ്ട്. ഇവിടെ എവിടെയോ അടുത്താണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അയ്യോ, അക്കുളം ഉള്ളൂർ റോഡിലോട്ട് എത്തിയിരിക്കുന്നു. അമ്പലത്തെ നമ്മൾ കടന്നു വന്ന അമ്പലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി വണ്ടി ഒന്ന് യൂട്ട് കാണിക്കണം. അമ്പലം ഒന്നും കാണാനില്ല വഴിത്തെടുത്ത്. ഇതിപ്പോ എവിടെയാണ് ഒരു ഐഡിയ ഇല്ല. ഇതാണ് അമ്പലം. അയ്യോ, ഇതാണ് അമ്പലം. അമ്പലം കാണിച്ചു കൊടുത്തേക്ക്. അപ്പൊ നമ്മള് പൂരം ലൈറ്റൊക്കെ പിടിച്ച് വന്ന് അതെ ഈ കാണുന്നതാണ് അമ്പലം. ഈ പുറകില് എന്തോ ഇവര് ലൈറ്റ് മാത്രം ഇട്ട് നമ്മള് കുമ്പിച്ച് പറ്റിച്ചു. നമ്മളെ ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നലെ ആയിരുന്നു പരിപാടി. ഞാൻ ഇന്നലെ ഈ വഴി വന്നപ്പോ കണ്ടായിരുന്നു എന്തോ പരിപാടി. തിരുവനന്തപുരം നാറികളൊന്നും വിശ്വസിക്കരുത് ലൈറ്റ് ഇട്ട് നമ്മൾ കുമ്പിക്കാനായിട്ട്. ഇവന്മാർക്ക് ഈ പരിപാടി ലൈറ്റ് എടുത്ത് കളഞ്ഞൂട്. കറണ്ട് ചെലവാക്കുന്നത് നമ്മുടെ KCB. ഇതിപ്പോ നമ്മുടെ എണ്ണയും പോയില്ലേ, പറ്റിച്ചാല് നമ്മള് ലൈറ്റ് ഇട്ടൊക്കെ അല്ലെ. നിനക്കെന്താ അഭിപ്രായം തിരുവനന്തപുരം അപ്പിയോളികളെ കുറിച്ച്? ഞാൻ പറയുമ്പോ അവർ ലൈറ്റ് ഒന്നും ഓഫ് ആക്കായിരുന്നു. കാരണം കറണ്ട് ചെലവാകുന്ന നമ്മൾ ഇടുക്കിയിലാണ്, വെള്ളം കുറവാണ്, വേനൽക്കാലമൊക്കെ അല്ലേ, വെള്ളം സംരക്ഷിക്കണല്ലോ. നമ്മള് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളല്ലേ. മൊത്തോട്ട് നമ്മളെ കുമ്പിക്കാനായിട്ട് നമ്മളൊരു പൂരം പ്രതീക്ഷ വന്നതാ. ഉറപ്പായിട്ടും ഒരു പൂവും കിട്ടിയില്ല. നമ്മൾ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലാണ് അറിയാതെ മാറിപ്പോയത്. ഉത്സവം നടക്കുന്നത് മഹാദേവ ക്ഷേത്രത്തിലാണ്. പിന്നെ തിരുവനന്തപുരംകാര് നല്ലവരായ മനുഷ്യരാണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മള് ഗായ്സ്, അപ്പൊ നമ്മളിവിടെ വന്ന് നമുക്ക് അപ്പോഴാ മനസ്സിലായ ഇവന്മാരെ പ്രശ്നം തിരുവനന്തപുരം അറിയില്ല. ഇവന്മാരൊരു കുഞ്ഞമ്പലത്തിനും കിട്ടി. ഇവന്മാരെ നിറച്ച് ലൈറ്റ് ഇടും, പക്ഷെ അവിടെ എന്തോന്നൊരു കുഞ്ഞി പരിപാടി, ഒരു നീല ടർപ്പനും കുറച്ച് ഇതും പരിപാടി, 4 കസേരയും 10. എന്നിട്ടൊരു പരിപാടി കച്ചവടക്കാർ. ഇവന്മാർക്ക് പൂരം എന്താന്നറിയോ? അരി പറഞ്ഞു കൊടുത്തരാ. പൂരം കണ്ടിട്ടോ? പൂരം ആനയൊക്കെ പൂരം കാണിച്ചു കൊടുത്താലേ. അയ്യോ, സമയം പോയി. മറ്റന്നാൾ എക്സാം ഉണ്ടായി. എക്സാം പോലും കളഞ്ഞ. അതെ, അത്ര വലിയൊരു പൂരപ്രേമികളായിരുന്നു ഞങ്ങള്. ഞങ്ങളെ പറ്റിച്ച് കൊച്ചു മനസ്സ് നോവിച്ചു ഞങ്ങളെ. അവിടെ ചെന്നപ്പോ ആരുമില്ല, എന്നോ മരിച്ച വീട് പോലെ. അപ്പൊ ഗായ്സ് നമ്മള് പൂരം കാണാണ്ട് പോയി തിരിച്ചു വന്നു. നിരാശയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. തൃശ്ശൂരാണെങ്കിൽ ഈ അവസ്ഥ വരത്തില്ല. അതന്നെ, സംസ്ഥാനത്തിന് തന്നെ നാണം കെട്ട ഒരു ജില്ലയാണ് ഇത്. തമിഴ്നാടിനെ എഴുതി കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ ജില്ല സത്യം കോയമ്പത്തൂർ തിരിച്ചു മേടിച്ചാൽ നല്ലതായിരിക്കും. കൊറേ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് മനസ്സിലായി. ലൈറ്റ് മാർക്കിന് ഫ്രീ ആയിട്ട് എന്തിനാന്ന് കിട്ടില്ല. അനാവശ്യമാണ് ലൈറ്റ് എന്ന് ഞാൻ പറയും. അനാവശ്യം. നമ്മളിപ്പോ വഴിയിട്ടിക്കാൻ വേണ്ടിട്ട് ലൈറ്റില്ലെങ്കിൽ ഞങ്ങളവിടെ പോവോ? വരുവോ? ഇല്ല. ലൈറ്റിലോണ്ടല്ലേ പ്രശ്നം. ഒരു ഫാൻ വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതും വെക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് ശരിക്കും പരീക്ഷ ടെൻഷനിലായിരുന്നു. പരീക്ഷ അടുത്തോണ്ടിരിക്കുക. ആ സമയത്താ ഞങ്ങൾ ഈ പൂരം കാണുന്ന ആഗ്രഹം തോന്നി. റിലാക്സേഷൻ കിട്ടാമല്ലോ എന്ന് കരുതി പോയതാ. പൂരപ്രേമികൾ എന്ത് ചെയ്യും ഈ ജില്ലയിൽ വന്നാൽ?
സത്യം അവരുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് പരിതാപകരം. ആന പോയിട്ട് ആനയുടെ പിണ്ടം പോലും ആ വഴിക്ക് കാണാൻ കഴിയില്ല അല്ലേ? ഒന്നുമില്ലാതെ കുറച്ച് LED ബൾബ് മാത്രം തൂക്കിട്ടിരിക്കുന്നു. പച്ച മഞ്ഞ നീല. ഡിസപ്പോയിന്റിങ്. പൂരമൊന്നല്ല. ഞങ്ങൾ എങ്ങനെ ഉറങ്ങുമെന്ന് തന്നെ ഒരു പിടുത്തില്ല. ഇന്നത്തെ സൂര്യപൂരത്തിന്റെ പഴയ ലൈവ് വീഡിയോസ് ഒക്കെ ഇത് കാണണം. കണ്ടിട്ട് കൊടമാറ്റൊക്കെ അപ്പൊ ഗൈസ്, അപ്പൊ ഇത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ വ്ളോഗ് വിഷമത്തോടെ ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ ബൈ.